കേരളത്തിലെ കോൺഗ്രസിൽ പാർട്ടി ഹൈക്കമാൻഡ് പിടിമുറുക്കുകയാണ്. അവസരോചിതമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം നടത്തിയിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കതിനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാം. രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അത് ഈ വർഷം അവസാനം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് മെയ് മാസത്തിലോ ഏപ്രിലോ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് രണ്ടും തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസിന് അനിവാര്യമായ ഒരു ചികിത്സാ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിലെ ശക്തമായ അതൃപ്തിയും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെയും വർക്കിംഗ് പ്രസിഡന്റിന്റെയും നിയമനം, അതുപോലെ തന്നെ KPCC ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും ലിസ്റ്റ്, ഇതൊക്കെ പാർട്ടിക്കുള്ളിൽ വല്ലാത്ത അതൃപ്തി ഉണ്ടാക്കിയ കാര്യങ്ങളായിരുന്നു. ഒക്ടോബർ 16-നാണ് KPCC ജനറൽ സെക്രട്ടറിമാരെയും പുതിയ വൈസ് പ്രസിഡന്റുമാരെയും നിയമിച്ചത്. പക്ഷെ അവർക്ക് ഇതുവരെ ചുമതലയേൽക്കാൻ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി ഒരു യോഗം വിളിക്കുന്നതിന് KPCC നേതൃത്വത്തിന് ഇതുവരെ പറ്റിയിട്ടില്ല. ഒക്ടോബർ 13-നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെയും അതുപോലെ വർക്കിംഗ് പ്രസിഡന്റിനെയും നിയമിച്ചത്. അവര് ചുമതലയേറ്റത് കഴിഞ്ഞ ദിവസമാണ്. അതിന്റെയൊക്കെ കാരണം വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന അതൃപ്തിയാണ്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമാണ്.